നമസ്കാരം. ഓപ്പറേഷൻ താമര അവസാനം ആം ആദ്മി പാർട്ടിയിലുമെത്തി. പിറന്നു വീണ നാൾ മുതൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കണ്ണിലെ കരടായിരുന്നു ആം ആദ്മി പാർട്ടി. രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ അസമത്വങ്ങൾക്കും അഴിമതിക്കും ക്രമക്കേടിനുമെതിരെ സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലാണ് നാട്ടിലെ പ്രൊഫഷണലുകളും വിദ്യാഭ്യാസമുള്ള പൊതുജനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരുമായിട്ടുള്ള നിരവധി ആൾക്കാർ ചേർന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്ഷോഭം ഡൽഹിയിൽ ഉടലെടുത്തത്. നമ്മളിപ്പോൾ ജെൻസി പ്രക്ഷോഭം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഈ പ്രക്ഷോഭം 2012 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടക്കുന്നത്. ഈ പ്രക്ഷോഭത്തിലേക്ക് യുവജനങ്ങൾ അനേകം ആകർഷിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിനൊടുവിലാണ് അന്ന് അതിൻ്റെ തലവനായിരുന്ന അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ അണ്ണാ ഹസാരെയ്ക്കൊപ്പം നേതൃത്വം നൽകിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത്. അന്നു തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ച് അണ്ണാ ഹസാരെ ഈ മൂവ്മെൻറ്റിൽ നിന്നും പിന്മാറിയിരുന്നു. അതിനുശേഷം വന്ന ആം ആദ്മി വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത്. തുടർന്ന് നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. വൈദ്യുതി ബിൽ സൗജന്യം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ തുടങ്ങി നിരവധി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ ജനശ്രദ്ധ നേടി. കോൺഗ്രസിനെയും BJPയെയും പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി രഹിത ഭരണം. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു. പഞ്ചാബിൽ അവർ ഭരണത്തിലെത്തി. മറ്റ് പല സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടി നിയമസഭയിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ സീറ്റുകൾ കരസ്ഥമാക്കി മുന്നോട്ട് പോയി. രാജ്യമെമ്പാടും ഈ പാർട്ടിക്ക് വേരുകൾ ഉണ്ടാകും. ഈ പാർട്ടി വളർന്ന് രാജ്യത്തെ ഒരു വലിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായി മാറും എന്നൊക്കെ കരുതിയിരുന്നിടത്തു നിന്നാണ് BJPയുടെ വേട്ടയാടൽ തുടങ്ങുന്നത്. എത്ര ഉന്നതരായ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും എത്ര ഭംഗിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ BJPക്ക് ഒരു അസാമാന്യ കഴിവുണ്ട്. അതാണ് ഓപ്പറേഷൻ താമര. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ താമര വന്ന് ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലാണ്. ഈ ആം ആദ്മി പാർട്ടിയെ നെടുക പിളർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി സമ്മാനിച്ചുകൊണ്ടാണ് ഇന്നലെ 7 രാജ്യസഭാംഗങ്ങൾ പാർട്ടി വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. രാജ്യസഭയിൽ പാർട്ടിയുടെ നേതാവായിരുന്ന പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്ന രാഘവ് ചദ്ദ, അദ്ദേഹത്തിന് ശേഷം പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം നൽകിയ അശോക് മിത്തൽ, സന്ദീപ് പാഠക് പഞ്ചാബിൽ പാർട്ടിയെ നയിക്കുന്നയാളാണ് സന്ദീപ് പാഠക്. അതുപോലെ ഈ ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ ഇതിനൊപ്പം ചേർന്നിരുന്ന അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിന്നിരുന്ന സ്വാതി മലിവാൾ, ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, വിക്രം സാനി, രജീന്ദർ ഗുപ്ത എന്നിങ്ങനെ 7 പേരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. വളരെ കാൽക്കുലേറ്റഡാണ് BJPയുടെ നീക്കം. രാഘവ് ചദ്ദയാണ് അവരാദ്യം ഒപ്പം എത്തിച്ചത്. രാഘവ് ചദ്ദ പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാരോപിച്ചാണ് പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കി. അദ്ദേഹത്തിന് പകരം വന്നതാണ് അശോക് മിത്തൽ. ഈ അശോക് മിത്തലിനെ ED ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയാണ് BJPയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 10-7 പേരും പാർട്ടി വിട്ടതോടെ ഈ 7 പേരും സേഫാണ്. കാരണം അവർ 3-2 10-7 എന്ന് പറയുമ്പം ഈ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉള്ള അംഗബലത്തിൻ്റെ 3-2 പേർ പാർട്ടി വിട്ടാൽ അവർക്ക് കൂറുമാറ്റം ബാധകമാകില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. രാഘവ് ചദ്ദ ആദ്യമേ തന്നെ BJPയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ചദ്ദയെ 2 ആഴ്ച മുമ്പ് പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിന് പകരം അശോക് മിത്തലിനെ നിയമിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഈ 7 പേരും സന്ദീപ് പാഠക് അടക്കം 7 പേരും ഈ പാർട്ടി വിട്ടതോടെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ആം ആദ്മി പോയത്. കാരണം തുടർച്ചയായ പ്രതിസന്ധിയാണ് ആം ആദ്മി നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അവർക്ക് ഡൽഹിയിൽ ഭരണമില്ല. ആദ്യ 2 ടേമിൽ അവർ ഡൽഹിയിൽ ഭരണം പിടിച്ചതാണ്. വളരെ നല്ല ഒരു മുഖ്യമന്ത്രി എന്ന പേരെടുത്തയാളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഈ കേസിൽ അന്വേഷണം നടത്തിയ CBIക്ക് വിചാരണ കോടതിയിൽ നിന്ന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ഈ കേസ് ജാമ്യം കിട്ടുന്നത്. വിചാരണ കോടതിയുടെ നിലപാട് അനുകൂലമാണെങ്കിലും
ഹൈക്കോടതിയുടെ നിലപാട് അതല്ല. ഹൈക്കോടതിയിൽ അനുകൂല സാഹചര്യമല്ല നിലവിൽ അരവിന്ദ് കെജ്രിവാളിനുള്ളത്. ഇവർ രണ്ടുപേരും, അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടങ്ങുന്ന ആ നേതൃത്വം ജയിലിലായപ്പോൾ മുതൽ ആണ് ഈ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ട് വരുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭഗവത് മാനെ അടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമവും നടന്നിരുന്നു. ആ ഭഗവത് മാൻ പാർട്ടി പിളർത്തുമെന്നും ഒക്കെ ഒരു ശ്രുതി ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. അതിനിടെയാണ് സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഗുരു ഗ്രന്ഥ സാഹിബിൻ്റെ പവിത്രത സംരക്ഷിക്കുന്നതിന് വേണ്ടി മതനിന്ദ വ്യവസ്ഥ ചെയ്ത് കടുത്ത നിയമം കൊണ്ടുവന്നത്. ശരിക്കും ഈ മതനിന്ദ വ്യവസ്ഥ ചെയ്യുന്ന ഈ നിയമം ആത്യന്തികമായിട്ട് ഉപയോഗപ്രദമാകുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്നത് ഗുരുഗ്രന്ഥ സാഹിബിൻ്റെ പവിത്രത സംരക്ഷിക്കുന്ന കാര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആ കക്ഷിയെ പിളർത്താനുള്ള ഒരു നീക്കം പഞ്ചാബിലും നടക്കുകയാണ്. വളരെ പെട്ടെന്ന് വളർന്നു വന്ന ഒരു അഴിമതിരഹിത ഭരണത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി. എന്താണെങ്കിലും ആം ആദ്മിയെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ BJP വിജയിച്ചിരിക്കുകയാണ്. ഈ 7 അംഗങ്ങൾ കൂടി വന്നതോടെ രാജ്യസഭയിൽ BJPയുടെ അംഗസംഖ്യ 113 മറ്റ് നോമിനേറ്റ് ചെയ്ത അംഗങ്ങളൊക്കെ അടക്കം 148 അംഗങ്ങൾ, 245 അംഗ രാജ്യസഭയിൽ 148 അംഗങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ BJPക്ക് നേടാൻ സാധിക്കുന്നത്. BJPയുടെ ഓപ്പറേഷൻ താമര തുടങ്ങിയിട്ട് ഏതാണ്ട് 7 കൊല്ലത്തോളമാകുന്നു. കർണാടകയിലും മധ്യപ്രദേശിലും ഗോവയിലും അരുണാചൽ പ്രദേശിലും ബീഹാറിലും മണിപ്പൂരിലുമെല്ലാം ഓപ്പറേഷൻ താമര മുഖേന ഭരണം പിടിച്ച പാർട്ടിയാണ് BJP. ഇതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അമിത്ഷാ ആണ്. അമിത്ഷാ എന്ന ബുദ്ധി രാക്ഷസൻ്റെ കീഴിലാണ് BJPയുടെ വളർച്ച ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്നും BJPയുടെ കണ്ണിലെ കരടായിട്ടുള്ള ആം ആദ്മി പാർട്ടി ഡൽഹി, പഞ്ചാബ് തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാഘവ് ചദ്ധയെ പോലെയുള്ള അവരുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്ന അശോക് മിത്തലിനെ പോലെയുള്ളവരെ എല്ലാം തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്ന ഞാൻ റൈറ്റ് പേഴ്സൺ ഇൻ ദ റോങ് പാർട്ടി എന്നാണ് രാഘവ് ചദ്ധ ഇന്നലെ പ്രതികരിച്ചത്. എന്തായാലും ആം ആദ്മി എന്ന പാർട്ടി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന നിലയിൽ വളരെയധികം പ്രതീക്ഷ നൽകിയ ഒരു പാർട്ടിയായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് വേട്ടയാടി ആ പാർട്ടിയെ അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള മുൻ IRS ഉദ്യോഗസ്ഥനാണെന്ന് ഓർക്കണം. അഴിമതിരഹിതനും കളങ്കരഹിതനുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും ആം ആദ്മി പാർട്ടിയെ തൂത്തുവാരി കൊട്ടയിലിടാനുള്ള BJPയുടെ നീക്കത്തിൻ്റെ ആദ്യഘട്ടമായി തന്നെ വേണം ഇതിനെ കാണാൻ.